അതിജീവിതയെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ വീണ്ടും ജയിലിൽ. റിമാൻഡ് കാലാവധി അവസാനിച്ചതോടെ രാഹുൽ ഈശ്വറിനെ ജയിലിലെത്തിക്കും. തെളിവെടുപ്പ് പൂർത്തിയായെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. വീണ ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. വീണ, രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ച് അതിജീവിതയെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച കേസിൽ എന്തായാലും വീണ്ടും ജയിലിലേക്ക് പോവുകയാണല്ലോ, എന്താണ് വിവരങ്ങൾ? രോഹിണി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഒന്നാം കേസിൽ തന്നെയാണ് അതിജീവിതയെ തുടരെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കണ്ടന്റുകൾ രാഹുൽ ഈശ്വർ നൽകിക്കൊണ്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് യുവതി തന്നെ പരാതി നൽകിയിരുന്നു, സൈബർ പോലീസിന് പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നവംബർ 30-ാം തീയതി രാഹുൽ ഈശ്വറിനെ പോലീസ് പിടികൂടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില നിരാഹാര നാടകങ്ങൾ നടത്തുന്ന കാഴ്ചകളടക്കം നമ്മൾ കണ്ടതാണ്. 2 തവണ മുൻകൂർ ജാമ്യത്തിനായിട്ട് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഈ ഒരു ജാമ്യം കോടതി നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസവും രാഹുൽ ഈശ്വറിനെ ഇതുമായി ബന്ധപ്പെട്ട് ACGM കോടതി, തിരുവനന്തപുരം ACGM കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനും വിശദമായിട്ട് ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനുമായി ബന്ധപ്പെട്ടാണ് ഒരു ദിവസത്തെ കസ്റ്റഡിക്കായിട്ട് രാഹുൽ ഈശ്വറിനെ അന്വേഷണ സംഘം വാങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം അന്വേഷണ സംഘം ഇന്ന് ഈ ഒരു സമയത്ത് തന്നെ ചോദിച്ചറിയുകയും ഇന്ന് രാവിലെ 11 മണിയോടുകൂടി കസ്റ്റഡി കാലാവധി പൂർത്തിയാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കോടതിയിൽ ഹാജരാക്കുകയും വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത്. കോടതിയിൽ ഹാജരാക്കുകയും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഹാജരാക്കിയ സമയത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. ജാമ്യം ലഭിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നടക്കമാണ് രാഹുൽ ഈശ്വർ പ്രതികരിച്ചത്. നിരാഹാര സമരം നടത്തി രാഹുൽ ഈശ്വർ ക്ഷീണിതനൊക്കെ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ന് ജാമ്യം പരിഗണിക്കുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയിലായിരുന്നു രാഹുൽ ഈശ്വർ. എന്നാൽ പോലീസ് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണം, അതായത് സൈബർ ഇടങ്ങളിൽ രാഹുൽ അധിക്ഷേപിച്ചത് സംബന്ധിച്ചുള്ള വിവരങ്ങളും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിയുടെ ചിത്രങ്ങളടക്കം ലാപ്ടോപ്പിൽ സൂക്ഷിച്ചിരുന്നു എന്നടക്കം രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു. ആ ലാപ്ടോപ്പ് അടക്കം തെളിവായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ തെളിവെടുപ്പ് അടക്കം പൂർത്തിയായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് അന്വേഷണ സംഘം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കോടതിയിൽ ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. തിങ്കളാഴ്ചയാകും ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് അന്വേഷണ സംഘം ഹാജരാക്കുക. ഇത് ഹാജരാക്കിയതിന് ശേഷമായിരിക്കും രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക. അതുവരെ റിമാൻഡ് കാലാവധി തുടരുവാനായിരിക്കും രാഹുൽ ഈശ്വറിനെ. 14 ദിവസത്തേക്കാണ് കോടതി രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തത്. ഇനി 2 ദിവസം കൂടിയുണ്ട്. അതിനാൽ തന്നെ റിമാൻഡിൽ രാഹുൽ ഈശ്വർ തുടരും. ഒപ്പം തന്നെ ഇനി 2 ദിവസം കൂടി ഉള്ളതിനാൽ തന്നെ കോടതി റിമാൻഡിൽ തുടരാനാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. രോഹിണി.